ചരിത്രം എന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാലം ചെല്ലുന്തോറും അതിൻ്റെ മൂല്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാലങ്ങൾക്കതീതമായി നിലനിൽക്കുന്ന ചില സ്മാരകങ്ങളെ നമുക്ക് ഈ ലോകത്ത് കണ്ടെത്താനാകും. അതിൻ്റെ മൂല്യം ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ ജീവിതക്രമങ്ങളെ സ്വാധീനിച്ച ഇത്തരം സ്മാരകങ്ങളെ കാലത്തിനോ വ്യക്തികൾക്കോ പ്രസ്ഥാനത്തിനോ തോൽപ്പിക്കാനാവില്ല. അങ്ങനെ വരുമ്പോൾ കാലങ്ങൾക്കതീതമായി നിലനിൽക്കുന്ന ഒരു ചരിത്ര സ്മാരകം തന്നെയാണ് മഞ്ഞുമാതാ പള്ളി എന്ന് വിളിക്കപ്പെടുന്ന പള്ളിപ്പുറം ദേവാലയം. ആയിരത്തി 1341 വെള്ളപ്പൊക്കം മൂലമുള്ള വൈപ്പിൻകരയുടെ സൃഷ്ടി പരിശുദ്ധ അമ്മയ്ക്കു വേണ്ടിയുള്ള ദേവാലയ രൂപീകരണത്തിനു വേണ്ടിയുള്ള തറക്കല്ലിടുന്നതിനായിരിക്കണം പ്രകൃതി നടത്തിയത്. 1341 ഈ വെള്ളപ്പൊക്കം മുസരിസ് പട്ടണത്തെ അപ്രത്യക്ഷമാക്കിയെങ്കിലും വൈപ്പിൻകര എന്ന ഭൂപ്രദേശത്തിന്റെ പിറവിക്ക് കാരണമായി. സർവ്വജനത്തിനും പ്രതീക്ഷയേകിയ പള്ളിപ്പുറം ദേവാലയത്തിന് തുടക്കം കുറിച്ചത് ഈ കാലഘട്ടത്തിലായിരുന്നു. എറണാകുളം ജില്ലയിലെ വൈപ്പിൻകര ദ്വീപിന് വെളിച്ചമായി, പ്രചോദനമായി, ജീവിതക്രമങ്ങളെ മാറ്റിമറിച്ച ഒരു സംസ്കാരത്തിന്റെ അടയാളമായി ഉയർന്നുവന്ന ദേവാലയം വൈപ്പിൻ ദ്വീപിന്റെ വടക്കേ അറ്റത്ത് പുഴയ്ക്ക് അഭിമുഖമായി തല ഉയർത്തി നിൽക്കുന്നു. ഭാരതത്തിൽ മഞ്ഞുമാതാവിന്റെ പേരിലുള്ള 2 പള്ളികളാണുള്ളത്. ഒന്ന് പള്ളിപ്പുറത്തും മറ്റൊന്ന് തൂത്തുക്കുടിയിലുമാണ്. ആയിരത്തി 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് പള്ളിപ്പുറത്തെ തീരത്തണഞ്ഞ മരക്കുരിശ് ഇവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തിയ ഒന്നാണ്. ക്രിസ്തു ശിഷ്യനായ തോമാസ് ശ്ലീഹ മുസിരിസിൽ സ്ഥാപിച്ചു എന്ന് കരുതുന്ന ഈ മരക്കുരിശ് വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഇവിടേക്കൊഴുകിയെത്തിയെന്ന് ഇവിടുത്തുകാർ വിശ്വസിക്കുന്നു. തുടർന്ന് ഈ മരക്കുരിശ് അവിടെ സ്ഥാപിക്കുകയും ആരാധിച്ചു പോരുകയും ചെയ്തു. ചെളിയിലും മണ്ണിലും പുതഞ്ഞുകിടന്നിരുന്ന ഈ മരക്കുരിശ് കണ്ടെത്തിയതോടെ ആ പ്രദേശത്തുകാർക്ക് ഇത് ആത്മീയ ഉണർവിന് കാരണമായി. അതിന്റെ അടയാളമായി വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും നാമത്തിൽ ഒരു കപ്പേള സ്ഥാപിക്കുകയും ആത്മീയ ജീവിതത്തിന്റെ കേന്ദ്രമായി ഇവിടം മാറുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുൻപ് ഈ മരക്കുരിശ് നാമാവശേഷമായെങ്കിലും വിശ്വാസത്തിന്റെ ദീപം കെടാതെ ഇവിടുത്തുകാരുടെ മനസ്സിൽ ഇന്നും ഇത് തുടരുന്നു. കടലാറ്റുകുരിശ് പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നെങ്കിലും ജീവിതക്രമങ്ങളിൽ ഇന്നും ഈ കുരിശിലുള്ള വിശ്വാസം നിറഞ്ഞു നിൽക്കുന്നു. തിരുനാൾ സമയത്ത് മത്സ്യബന്ധന സാമഗ്രികളായ വല, വഞ്ചി, പങ്കായം എന്നിവ വിപണനം ചെയ്യുന്നത് ഈ മരക്കുരിശു പള്ളിയുടെ മുമ്പിൽ വെച്ചാണ്. ഇത്തരം സാമഗ്രികൾ ഇവിടുന്ന് വാങ്ങിയാൽ ധാരാളം മത്സ്യം ലഭിക്കുമെന്ന വിശ്വാസം ഇന്നും നാനാജാതി മതസ്ഥരുടെ ഇടയിൽ രൂഢമൂലമായിരിക്കുന്നു. ഇരുമുള്ളിൻ്റെയും
തേക്കിൻ്റെയും എല്ലാം വലിയ കടുപ്പമേറിയ നല്ല മരങ്ങൾ ഉപയോഗിച്ചുള്ള പെട്ടികൾ വന്നിരുന്നു, ധാരാളം അലമാരികൾ വന്നിരുന്നു, സെറ്റുകൾ വന്നിരുന്നു, കസേരകൾ വന്നിരുന്നു, വഞ്ചികൾ വരെ, വഞ്ചിക്കച്ചവടം, വലക്കച്ചവടം, പങ്കായ കച്ചവടം, ഇതെല്ലാം പ്രസിദ്ധമായിരുന്നു. ഈ വഞ്ചിയൊന്നും ഒരു പെരുന്നാളിന് എവിടെയും വിൽക്കുന്ന രീതിയൊന്നുമില്ല. പക്ഷേ ഇവിടെ നിറയെ ഈ പ്രദേശം മുഴുവൻ നിറയെ വഞ്ചികൾ, പുതുതായി പണി കഴിപ്പിച്ച വഞ്ചികൾ ഇങ്ങനെ വന്ന് കിടക്കും. പങ്കായവും ധാരാളമായിട്ട് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു കൊല്ലം മുതൽ മിക്കവാറും നമ്മുടെ പൊന്നാനി വരെയുള്ള സമീപവാസികളെല്ലാം അവിടെ നിന്ന് ഉള്ള ആളുകളെല്ലാം വന്ന് പങ്കായവും വലയും വാങ്ങിയിരുന്നത് ഇവിടെ നിന്നാണ്. വല കച്ചവടത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രം ഈ കടലാറ്റ് കുരിശുപള്ളിയായിരുന്നു. അതുപോലെ പത്രോസും പൗലോസുമായിട്ടുള്ള ബന്ധവും ഈ പള്ളിക്ക് കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മത്സ്യത്തൊഴിലാളികളായിരുന്നു. അവരുടെ എല്ലാം ആ പ്രതിഷ്ഠയുള്ള കടലാറ്റ് കുരിശുപള്ളിയുടെ മുന്നിൽ നിന്ന് വല വാങ്ങിക്കൊണ്ടുപോയാൽ അതിൽ നിറയെ മത്സ്യങ്ങൾ കിട്ടുമെന്നൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. കടലാറ്റ് കുരിശിനെ കുറിച്ച് മറ്റൊരു വിശ്വാസം ഇവിടുത്തെ പ്രദേശവാസികളുടെ ഇടയിലുണ്ട്. ആദ്യമായി സമുദ്രമാർഗം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ ലിസ്ബണിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തപ്പോൾ 6 സ്ഥലത്ത് കുരിശുകൾ സ്ഥാപിച്ചതിലൊന്ന് ഇവിടെയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഏതായാലും വൈപ്പിൻകരയിലെ ക്രിസ്തീയ വിശ്വാസത്തിന് ആഴം കൂട്ടുന്നതിന് കടലാറ്റ് കുരിശ് പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ട് വരെ അന്ത്യോക്യയിൽ നിന്നും സിറിയയിൽ നിന്നുമുള്ള സഭാധികാരികളുടെ കീഴിലായിരുന്നു കേരള സഭ. അക്കാലത്ത് സഭാ നവീകരണം ലക്ഷ്യമാക്കി ഉദയംപേരൂർ സുന്നഹദോസ് വിളിച്ചുകൂട്ടുകയും റോമാസഭയുടെ ആധിപത്യത്തിലേക്ക് കേരള സഭയെ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഈ സമയത്താണ് പള്ളിപ്പുറം ദേവാലയവും ലത്തീൻ റീത്തിലേക്ക് റീത്തുമാറ്റം ചെയ്യപ്പെട്ടത്. 1507 പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമത്തിൽ പള്ളിപ്പുറത്ത് ദേവാലയം സ്ഥാപിച്ചത്. പറവൂർ ദേശക്കാരായ നെടുന്തലി കുടുംബത്തിലെ 2 മാർത്തോമാ യുവാക്കൾ പള്ളിപ്പുറം പള്ളിയിലെ വൈദികരായി പ്രവർത്തിച്ചിരുന്നുവെന്ന് നെടുന്തലി സ്വരൂപത്തിലെ രേഖയിൽ കാണിക്കുന്നു. സാമൂതിരി രാജാവിന്റെ ആക്രമണത്തിൽ നിന്ന് പോർച്ചുഗീസുകാരെ രക്ഷിച്ചതിന് നന്ദി സൂചകമായി പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ് ആൽബുക്കർ കൊച്ചി രാജാവിന് സമ്മാനിച്ച ചിത്രങ്ങളിലൊന്നാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ചിത്രം. ഈ ചിത്രമാണ് പള്ളിപ്പുറം ദേവാലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പള്ളിപ്പുറത്തെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ചരിത്രത്തിന് സമുദ്രത്തിനുള്ള പങ്ക് വലുതാണ്. 1341 വെള്ളപ്പൊക്കത്തിൽ കടലാറ്റ് കുരിശ് വന്നു ചേർന്നതുപോലെ തന്നെ പിൽക്കാലത്ത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഒരു മനോഹരമായ എണ്ണഛായാ ചിത്രവും പള്ളിപ്പുറത്തിന്റെ തീരത്ത് വന്നു ചേർന്നിട്ടുണ്ട്. പള്ളിപ്പുറത്തിന്റെ ക്രിസ്തീയ ചരിത്രത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ വലിയ അഭിമാനത്തോടെ പറയുന്ന ഒന്നാണിത്. പുഴയ്ക്ക് അഭിമുഖമായി പോർച്ചുഗീസുകാർ സ്ഥാപിച്ച കപ്പേളയിലാണ് ഇന്നും മാതാവിന്റെ ഈ ചിത്രം സൂക്ഷിച്ചിട്ടുള്ളത്. പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ പള്ളിപ്പുറം ദേവാലയത്തിന് മഞ്ഞുമാതാവിന്റെ പേര് വന്നതോടെയാണ് ഈ ദേവാലയത്തിന് പ്രസക്തി വർദ്ധിക്കുന്നത്. ഇവിടുത്തുകാരുടെ ജീവിതക്രമങ്ങളെ അടിമുടി സ്വാധീനിച്ച മഞ്ഞുമാതാവിലുള്ള വിശ്വാസം ഒരു ഐതിഹ്യമല്ലെന്ന് മാത്രമല്ല, ഒരു ചരിത്ര സത്യം തന്നെയാണ്. വിശ്വാസ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറുകയാണ് ഈ ദേവാലയം. ഈ ചരിത്ര സംഭവം നടക്കുന്നത് 17-ാം നൂറ്റാണ്ടിലാണ്. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലം. നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്തും
ദേവാലയങ്ങൾ നശിപ്പിച്ചും ജനങ്ങളെ കീഴടക്കിയും മുന്നേറിയ ടിപ്പു പള്ളിപ്പുറം ദേവാലയം ആക്രമിക്കാൻ അവിടെയും എത്തി. ഭയവിഹ്വലരായ വിശ്വാസികൾ ദേവാലയത്തിൽ ഒരുമിച്ചു ചേർന്ന് പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചു പ്രാർത്ഥിച്ചു. ഈ സമയം ദേവാലയത്തിനു ചുറ്റും മൂടൽമഞ്ഞ് വന്ന് പള്ളിയെ ടിപ്പുവിന്റെ കാഴ്ചയിൽ നിന്ന് മറയ്ക്കുകയും വിശ്വാസികൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് ആക്രമണ ലക്ഷ്യം വേണ്ടെന്നുവെച്ച് ടിപ്പു അവിടെ നിന്നും മടങ്ങിയെന്ന് പ്രദേശവാസികൾ ഏറെ വിശ്വാസത്തോടെ പറയുന്ന ഒരു ചരിത്രമാണ്. ഓഗസ്റ്റിലെ തിരുനാൾ ദിനങ്ങളിൽ ചില സമയത്ത് അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മൂടൽമഞ്ഞ് മഞ്ഞുമാതാവിന്റെ ഇടപെടലിന്റെ ഓർമ്മപ്പെടുത്തലായി വിശ്വാസികൾ കരുതുന്നു. ഇവിടെ മഞ്ഞുമാതാവ് ഏവരുടെയും ഹൃദയത്തിൽ ഒരു വികാരമായി തുടരുകയാണ്. അനേകം മക്കളുടെ അഭയസങ്കേതമാണ് പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ നിറസാന്നിധ്യമുള്ള ഈ ബസലിക്ക ദേവാലയം. കാലങ്ങൾക്ക് മുൻപ് മഞ്ഞിൻ്റെ കവചത്താൽ ഈ നാടിനെയും നാട്ടുകാരെയും ശത്രുവിൻ്റെ ആക്രമണങ്ങളിൽ നിന്നും പരിശുദ്ധ മഞ്ഞുമാതാവ് കാത്തു സംരക്ഷിച്ചു എന്നത് ചരിത്ര സത്യമാണ്. എന്നാൽ കാലങ്ങൾക്ക് ശേഷവും ഈ നിമിഷം വരെയും പരിശുദ്ധ മഞ്ഞുമാതാവ് തൻ്റെ മഞ്ഞുപോലെ നിർമ്മലമായ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് ഈ ദേവാലയത്തിൽ അണയുന്ന ഓരോ മക്കളെയും ഈ നാടിനെയും എല്ലാ വിധത്തിലുള്ള വിപത്തുകളിൽ നിന്നും കാത്തു രക്ഷിച്ചു എന്നത് ചരിത്ര സത്യമാണ്. എന്നാൽ കാലങ്ങൾക്കു ശേഷവും ഈ കാലഘട്ടത്തിലും ഈ നിമിഷം വരെയും പരിശുദ്ധ മഞ്ഞുമാതാവ് തൻ്റെ മഞ്ഞുപോലെ നിർമ്മലമായ സ്നേഹത്താൽ ഈ ആലയത്തിൽ അണയുന്ന ഓരോ മക്കളെയും സ്നേഹത്തോടെ സംരക്ഷിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നുണ്ട്. അമ്മയുടെ തിരുനടയിൽ തിരിതെളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ നാടിൻ്റെ മക്കൾ ആഴക്കടലിൽ അധ്വാനത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. പരിശുദ്ധ അമ്മ കൂടെയുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യവും വിശ്വാസവുമാണ് ആഴക്കടലിൽ അധ്വാനിക്കുന്നതിന് അവർക്ക് കരുത്തും ധൈര്യവും പകരുന്നത്. പള്ളിപ്പുറം പള്ളിയുടെ തുടക്കകാലം പോർച്ചുഗീസ് അധികാരികളുടെ നിയന്ത്രണത്തിലായിരുന്നു. 1905 ഈ ദേവാലയം വരാപ്പുഴ രൂപതയുടെ ഭരണത്തിന് കീഴിലായി. 1914 അന്നത്തെ വികാരിയായിരുന്ന ഫാദർ ജോസഫ് ചമ്മണി ദേവാലയ പുനർനിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. വരാപ്പുഴയിലെ പ്രശസ്ത വാസ്തുശില്പി വിദഗ്ധനായ സ്പെയിൻകാരൻ ബ്രദർ ലിയോ അതിമനോഹരമായ ഒരു ദേവാലയം രൂപകൽപ്പന ചെയ്തു. ആയിരത്തി 1940 വികാരിയായിരുന്ന ഫാദർ അഗസ്റ്റിൻ നെടുനിലത്തിന്റെ അത്യധ്വാനത്തിന്റെ ഫലമായി ദേവാലയ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടു. കോട്ടപ്പുറം രൂപത നിലവിൽ വന്നതോടെ വരാപ്പുഴ അതിരൂപതയുടെ കീഴിലായിരുന്ന പള്ളിപ്പുറം ദേവാലയം കോട്ടപ്പുറം രൂപതയുടെ കീഴിലായി.
ചരിത്ര പ്രാധാന്യമുള്ളതും പ്രധാന മരിയൻ തീർത്ഥാടന കേന്ദ്രവുമായ പള്ളിപ്പുറം ദേവാലയത്തെ ബസിലിക്കയായി ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കോട്ടപ്പുറം രൂപതയുടെ നേതൃത്വത്തിൽ 2011 ജനുവരിയിൽ തുടക്കം കുറിച്ചു. അഭിവന്യ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ പിതാവ് 5 അംഗ സമിതിയെ നിയോഗിക്കുകയും അവരുടെ പ്രവർത്തന ഫലമായി 2012 ജൂലൈ 25 തീയതി പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയ്ക്കു വേണ്ടി റോമിലെ ആരാധനാക്രമ തിരുസംഘത്തിന്റെ അധ്യക്ഷൻ അത്യുന്നത കർദിനാൾ അന്തോണിയോസ് കന്യസാരസ് സല്ലോവര പള്ളിപ്പുറം മഞ്ഞുമാതാ ദേവാലയത്തെ ബസിലിക്കയായി ഉയർത്തുന്ന പ്രമാണത്തിൽ ഒപ്പുവെച്ചു. കോട്ടപ്പുറം രൂപതയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അർപ്പിച്ച പൊന്തിഫിക്കൽ സമൂഹ ദിവ്യബലി മധ്യേ മുഖ്യ കാർമ്മികനായ ഇന്ത്യയുടെ വത്തിക്കാൻ സ്ഥാനപതി അഭിവന്യ ആർച്ച് ബിഷപ്പ് സൽവാത്താരോ പെനാക്കിയോ മെത്രാപ്പൊലീത്ത പള്ളിപ്പുറം മഞ്ഞുമാതാ പള്ളിയെ ബസിലിക്കയായി പ്രഖ്യാപിച്ചു. കേരള ലത്തീൻ റീത്തിലെ 4ാമത്തെയും കേരള സഭയിലെ 8ാമത്തെയും ബസിലിക്ക ദേവാലയമാണ് പള്ളിപ്പുറം മഞ്ഞുമാതാ ദേവാലയം. ചരിത്രപ്രസിദ്ധമായ പള്ളിപ്പുറം മഞ്ഞുമാത ബസിലിക്ക എന്തുകൊണ്ടും കേരളത്തിലും ദേശീയതലത്തിലും പ്രഗത്ഭമായ ഒരു പള്ളിയാണ്. പാരമ്പര്യം കൊണ്ടും ചരിത്രം കൊണ്ടും ഏറ്റവും മനോഹരമായ ഈ ദേവാലയം കെട്ടിട നിർമ്മാണ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും തിങ്ങിത്താമസിക്കുന്ന ഒരിടമാണ്. നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് ആളുകൾ വന്നുചേരുന്ന ഒരിടമാണ് ഇവിടം. ഇവിടുത്തെ പ്രത്യേകതയിൽ കല, സാമൂഹ്യ സാംസ്കാരിക മേഖലയുടെ പൈതൃകത്തിൻ്റെ ഈറ്റില്ലമാണെന്നോടൊപ്പം തന്നെ വിശ്വാസത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരിടമാണ്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായി, ജീവിതമായി ഇവിടെ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ നിരന്തരം വന്നു ചേരുന്നു, അനുഗ്രഹം പ്രാപിക്കുന്നു. അങ്ങനെ നൂറുകണക്കിന് ആളുകളുടെ ഇടയിലേക്ക് ഈ വിശ്വാസ ചൈതന്യം പകർന്നു കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേട്ടൻ്റെ അനുഭവം എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. ഉള്ളാട്ടുപുറത്ത് മത്തായി എന്ന് പറയുന്ന ഒരു ചവിട്ടുനാടക കലാകാരനായിരുന്നു, ഒരു കൽപ്പണിക്കാരനായിരുന്നു. ഈ ദേവാലയം നിർമ്മിക്കുന്ന സമയത്ത് അങ്ങ് മുകളിൽ നിന്ന് അദ്ദേഹം പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിലത്തേക്ക് വീണു. ഒരു പോറലും ഏൽപ്പിക്കാതെ മാതാവ് കാത്തു പരിപാലിച്ചു എന്നാണ് ഇന്നും അവരുടെ കുടുംബം പറയുന്നത്. അദ്ദേഹം മരിച്ചുപോയെങ്കിലും ആ വിശ്വാസ ചൈതന്യം അവരുടെ വീട്ടിലുണ്ട്, ജനങ്ങളിലുണ്ട്, മറ്റുള്ളവരിലുണ്ട്. അതേപോലെ തന്നെ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്നും ഈ ദേവാലയത്തിൻ്റെ തിരുമുറ്റത്ത് വന്ന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് കടലിലേക്ക് പോകുമ്പോൾ അമ്മേ പരിശുദ്ധ മഞ്ഞുമാതാവെ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ എന്നാണ് പറയുന്നത്. ആ ഒരു ചൈതന്യമാണ് അവരെ കടലിലേക്ക് പോകുന്നത്. കോവിഡ് വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചാഞ്ചല്യമില്ലാതെ ഇന്നും വിളിക്കുന്നത് പരിശുദ്ധ മഞ്ഞുമാതാവിനെയാണ്. കടലിൽ പണിയെടുക്കാൻ പോയി, മത്സ്യബന്ധനത്തിന് പോയിട്ട് 18 ദിവസം കടലിൽ കിടന്നിട്ടുള്ള കുറേ വ്യക്തിത്വങ്ങൾ, അവർ ലേഡി ഓഫ് സ്നോ എന്ന് പറയുന്നൊരു ബോട്ടിൻ്റെ അനുഭവം ഇന്നും അവരുടെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന ഫ്രാൻസിസ് ഏട്ടൻ ഇപ്പോഴും പറയുന്നു, എന്നെ കാത്തു പരിപാലിച്ചത്, എൻ്റെ സുഹൃത്തുക്കളെ കാത്തു പരിപാലിച്ചത് മഞ്ഞുമാതാവാണെന്ന്. എൻ്റെ പേര് ഫ്രാൻസിസ്. ഞാൻ പാരമ്പര്യമായിട്ട് ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ ഒരു അംഗമാണ്. ഏതാണ്ടും ഒരു 1969 കാലഘട്ടം തുടങ്ങി ഞാൻ മത്സ്യബന്ധനത്തിന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്, ഫിഷിംഗ് ബോട്ടിൽ. അപ്പോൾ അത് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ മാതാവിൻ്റെ നടയിൽ വന്ന് ആ ബോട്ടുകളെല്ലാം വെഞ്ചരിച്ച്, ഏത് മതസ്ഥരായാലും ശരി മാതാവിൻ്റെ നടയിൽ വന്ന് വെഞ്ചരിച്ചതിന് ശേഷമാണ് ആ ഫിഷിങ്ങിന് പോകാറ്. പോയി കഴിഞ്ഞാൽ കടലിൽ വെച്ചുണ്ടായിരിക്കുന്ന പല പല പ്രതിബന്ധങ്ങളും, അതായത് കാറ്റും കോളും നിറഞ്ഞ അന്തരീക്ഷങ്ങളിലും പലവിധ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ടെങ്കിലും മഞ്ഞുമാതാവിനെ വിളിച്ച് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാണ്ട് ഞങ്ങളെ എപ്പോഴും കാത്തു സംരക്ഷിച്ച് ഇവിടെ കരക്കെത്തിക്കുന്നു. 1986 ഇവിടെ ദുഃഖവ്യാഴാഴ്ച പള്ളിയിലെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് വൈകിട്ടൊരു 7:30 മണി സമയത്ത് ഭയങ്കര ഒരു കാറ്റും കോളും ഇടിവെട്ടും മഴയെല്ലാം ഭയങ്കരമായിട്ടുള്ളതാണ്. പള്ളി നിറച്ച് തിങ്ങി നിൽക്കുന്ന ആളുകളാണ് നേരം. പക്ഷേ അതാ ഇടിവെട്ടിന് സമയത്തൊരു ഇടിവെട്ട് പള്ളിക്ക് കേൾക്കുകയാണ്. പള്ളിക്ക് ഏറ്റ ഇടിവെട്ട് ശരിക്കും പറഞ്ഞാൽ മാതാവിൻ്റെ കിരീടം കൊണ്ട് മാതാവ് തടുത്ത് നിർത്തി എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ അത്ഭുതകരമായത്. മാതാവിൻ്റെ കിരീടം മാത്രമാണ് ചെതറിപ്പോയത്. അതിൻ്റെ പേരിൽ ആയിരിക്കും പള്ളിക്കോ അതിൻ്റെ അകത്തുണ്ടായിരുന്ന
ആളുകൾക്കോ യാതൊരു അപകടങ്ങളും പറ്റിയില്ലെന്നുള്ളത്. അത് മാതാവിൻ്റെ ഒരു ഭയങ്കര അത്ഭുതമായിട്ട് കണക്കൂട്ടുന്നത്. കാരണം അപ്പോൾ ആ ഇടിവെട്ട് പള്ളിക്കാണ് കൊണ്ടിരുന്നത് വെച്ചെങ്കിൽ ഈ പള്ളിക്കകത്തുള്ള മിക്ക ആളിലും മരണം സംഭവിച്ചത്. അത്ര ഭയങ്കര ഇടിവെട്ടായിരുന്നു. അപ്പം മാതാവിൻ്റെ ഭയങ്കര അത്ഭുതമാണ് നടന്നത്. പള്ളിപ്പുറത്തുകാരുടെ ജീവിത വികാരമാണ് പള്ളിപ്പുറം മഞ്ഞുമാതാ പള്ളിയിലെ തിരുനാൾ. അഭിമാനത്തോടെ ഓരോ പള്ളിപ്പുറത്തുകാരനും ചേർത്തു പിടിക്കുന്ന വിശ്വാസ സംഹിതകൾ കുളിരുള്ള മഞ്ഞിന്റെ ഓർമ്മകളാണ്. ജൂലൈ 30 കൊടി കയറുന്നതിലൂടെ പെരുന്നാളിന് തുടക്കമാകുന്നു. ഇന്ന് മഞ്ഞുമാതാ പള്ളിയുടെ ഭരണസിരാ കേന്ദ്രമായ കോട്ടപ്പുറം രൂപതയിലെ അഭിമന്യ പിതാവാണ് കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കുന്നത്. മാതാവിന്റെ മനോഹരമായ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള കൊടി പിതാവിന്റെ കരങ്ങളാൽ വാനിലേക്ക് ഉയരുമ്പോൾ ഒരു ജനതയുടെ മനസ്സിലും വിശ്വാസത്തിന്റെ അലയൊലികൾ ഉയരുകയാണ്. ജാതിമത വ്യത്യാസമില്ലാതെ ജനഹൃദയങ്ങളിൽ ഒരു നിർണായക സ്ഥാനം ഈ ദേവാലയത്തിനുണ്ട്. ഒരു നാടിന്റെ ജീവിതക്രമങ്ങളുടെ രൂപപ്പെടലിനും പ്രതിസന്ധികളിൽ ആശ്രയിക്കാനുള്ള ഒരിടമായും ഈ ദേവാലയം മാറിക്കഴിഞ്ഞു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും വിശ്വാസ വഴികളിൽ പതറാതെ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ദീപമായി ഇന്നും ഈ ദേവാലയം ഉയർന്നു നിൽക്കുന്നു. പ്രധാന തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 5 ജലഘോഷയാത്രയുടെ അകമ്പടിയോടെ മാതാവിന്റെ തിരുസ്വരൂപം കടലിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുപോയി കടൽ വെഞ്ചരിക്കുന്ന ഒരു പതിവ് ഇവിടെയുണ്ട്. മത്സ്യബന്ധന ബോട്ടുകളിലാണ് അഴിമുഖത്തേക്ക് പോകുന്നത്. കടൽ സമ്പത്തിന്റെ മേൽ ദൈവാനുഗ്രഹത്തിന്റെ വഴികൾ തുറക്കാനുള്ള ഒരു വലിയ പ്രാർത്ഥനയുടെ അടയാളമാണ് ഈ ആശീർവാദം. ഒരു ജനതയുടെ സംരക്ഷണത്തിന്റെ, ഉയർച്ചയുടെ, വളർച്ചയുടെ നിദാനമായി മാറിയ പള്ളിപ്പുറം മഞ്ഞുമാതാ പള്ളി കാലത്തെ അതിജീവിച്ച് ഇനിയും മുന്നേറും.